മറ്റൊരു ക്ലാസ്സിലേക്ക് +2 കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ഹാർദവമായി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റുകളായിട്ട് ഇൻഫർമേഷൻ എങ്ങനെ ഒരു ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ വെബ് പേജിൽ പ്രസന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു കണ്ടത്. ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കാണ് കാണുന്നത്. ഞാൻ ആ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഒരു വെബ്സൈറ്റ് കാണിക്കാം. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള വളരെ പരിചിതമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. നമുക്കറിയാം, ഹയർ സെക്കൻഡറിയുടെ +1 അഡ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന വെബ്സൈറ്റാണിത്. hscap.kerala.gov.in. നമുക്കൊരു ബ്രൗസർ എടുത്തിട്ട് അതിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു. അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഹോം പേജാണ് അല്ലേ. ആ ഹോം പേജിൽ നമ്മൾ ഒരുപാട് എലമെന്റ്സ് കാണുന്നുണ്ട്, കുറേ ടെക്സ്റ്റ് കാണുന്നുണ്ട്. അതിൽ ചില ടെക്സ്റ്റുകളിൽ നമ്മൾ മൗസ് പോയിന്റ് ചെയ്യുമ്പോൾ ആ മൗസ് പോയിന്ററിന്റെ ഷേപ്പ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ഹോം, അതുപോലെ തന്നെ സ്കൂൾ, അങ്ങനെയുള്ള ആ ഒരു വേർഡിലൊക്കെ അതിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജ് കിട്ടും. അതുപോലെ നമുക്ക് തിരിച്ച് ഹോം പേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് വേർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹോം പേജിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ വേർഡിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് us to some other page or some other section of the same page. ഈ ഒരു കോൺസെപ്റ്റിന് പറയുന്ന പേര് ഹൈപ്പർ ലിങ്കുകൾ എന്നാണ്. സോ വാട്ട് ഈസ് ഹൈപ്പർ ലിങ്ക്സ്? ഹൈപ്പർ ലിങ്ക്സ് ആർ HTML elements that can be text or images which you can click, and once you click it will take you to some other document or to another section of the same document. These are called hyperlinks. ഇന്നത്തെ എൻ്റെ ക്ലാസ് ഈ ഹൈപ്പർ ലിങ്കുകളെ കുറിച്ചാണ്. എങ്ങനെ ഹൈപ്പർ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ ഹൈപ്പർ ലിങ്കുകളുണ്ട്, എങ്ങനെ ഒരു ഇമേജ് ഹൈപ്പർ ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? അപ്പോൾ വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് വാട്ട് ലിങ്ക്സ് ആർ. എന്താണ് ലിങ്ക് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് എന്നത് നമ്മൾ കണ്ടു. എനി ടെക്സ്റ്റ് ഓർ ഇമേജ് വിച്ച് യു ക്യാൻ ക്ലിക്ക് ആൻഡ് which will lead you to some other page or another section of the same page. അതിനെയാണ് നമ്മൾ ലിങ്കുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹൗ ക്യാൻ യു ക്രിയേറ്റ് എ ലിങ്ക് ഇൻ HTML? ഇതിനുവേണ്ടി നമുക്കറിയാം, നമ്മൾ ടാഗുകളാണ് HTML ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ടാഗ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് എ ഹൈപ്പർ ലിങ്ക് ഈസ് ദ A ടാഗ്. ഓക്കെ, ലെസ് ദാൻ സിമ്പിൾ, A ഗ്രേറ്റർ ദാൻ സിമ്പിൾ, അതാണ് A ടാഗ് എന്ന് പറയുന്നത്. ഈ ടാഗിന് ഒരു പേരുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ആങ്കർ ടാഗ്, ANCHOR. ആങ്കർ ടാഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ആങ്കർ ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. A ടാഗിന്റെയും /A, അതായത് ക്ലോസിംഗ് ടാഗ്, അതിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ആ വാക്ക് അല്ലെങ്കിൽ അതൊരു ഇമേജ് ആണെങ്കിൽ ആ ഇമേജ് ദാറ്റ് വിൽ ബിഹേവ് ആസ് എ ഹൈപ്പർ ലിങ്ക്. അതിൽ നമ്മൾ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ ആ മൗസ് പോയിന്ററിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് ഹാൻഡ് സിമ്പിളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ആ വാക്ക് ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ട് ആയിരിക്കും വരിക. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹാവ് എ ഡിഫറെന്റ് കളർ. നമ്മൾ ബോഡി ടാഗ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു കളർ ഓഫ് ലിങ്ക്സ്, ലിങ്കുകളുടെ വ്യത്യസ്ത സ്റ്റേറ്റും അവയുടെ കളറുകളെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മളൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ഡിഫറെന്റ് കളർ ആൻഡ് ഇറ്റ് വിൽ ബി അണ്ടർലൈൻഡ് ഓൾസോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ ഏതൊക്കെ തരം ലിങ്കുകൾ ഉണ്ട് എന്ന് നോക്കാം. പലതരത്തിലുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഹൈപ്പർ ലിങ്കുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇന്റേണൽ ലിങ്ക്സ് എന്ന് പറയും, ദി അതർ വൺ ഈസ് കോൾഡ് എക്സ്റ്റേണൽ ലിങ്ക്. അപ്പോൾ രണ്ട് തരം ലിങ്കുകളാണുള്ളത്, ഒന്ന് ഇന്റേണൽ ലിങ്ക്, ഒന്ന് എക്സ്റ്റേണൽ ലിങ്ക്. ഓക്കെ, ഫസ്റ്റ് വിൽ സീ അബൌട്ട് ഇന്റേണൽ ലിങ്ക്. വാട്ട് ആർ ഇന്റേണൽ ലിങ്ക്സ്? ഇന്റേണൽ ലിങ്ക്സ് ആർ ലിങ്ക്സ് ദാറ്റ് ടേക്ക് യു ടു സം അതർ സെക്ഷൻ ഓഫ് ദ സെയിം പേജ്. ഒരേ വെബ് പേജിന്റെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന് തന്നെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കുകൾക്ക് പറയുന്ന പേരാണ് ഇന്റേണൽ ലിങ്ക്സ്. It links from one section of the web page to another section of the same web page. Okay, അപ്പോൾ എങ്ങനെയാണ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക, ഇന്റേണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്?
ഇവിടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗിന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകളാണുള്ളത്. ഒന്ന് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും രണ്ട് HREF എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും. ഓക്കെ, ഇപ്പം എക്സ്റ്റേണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് HREF എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മാത്രം മതി. പക്ഷേ ഇന്റേണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ആട്രിബ്യൂട്ടുകളും നമ്മൾ എ ടാഗിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കേണ്ടി വരും. അത് രണ്ട് ഇൻസ്റ്റൻസിലാണ് ഉപയോഗിക്കുക, രണ്ട് സമയത്താണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏത് സെക്ഷനിലേക്കാണോ ലിങ്ക് ചെയ്യേണ്ടത് ആ സെക്ഷൻ ഒരു പേര് കൊടുക്കണം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് കൺസിഡർ ലോങ് ഡോക്യുമെന്റ്, ഒരു വലിയ ഡോക്യുമെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിനകത്ത് കുറേ പാരാഗ്രാഫ്സ് ഉണ്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് അബൌട്ട് പൊല്യൂഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, പൊല്യൂഷനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഭാഗം. ഇനി എയർ പൊല്യൂഷനെ കുറിച്ചുള്ള വേറൊരു ഭാഗം, വാട്ടർ പൊല്യൂഷനെ കുറിച്ചുള്ള വേറൊരു ഭാഗം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഒക്കെ റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് വരുമ്പോൾ ആ വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതാണ് നമുക്ക് പിന്നെ റീഡ് ചെയ്യേണ്ടത് വിചാരിക്കുക. അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു സെക്ഷൻ, അതായത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന രണ്ട് സെക്ഷനുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ രണ്ട് സെക്ഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എ ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ എ നെയിം ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ടാഗ് കൊടുക്കുന്നത് ആ ടാഗിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കുന്നത് നെയിം ആട്രിബ്യൂട്ട് ആണ്. നെയിം ഈസ് ഈക്വൽ ടു ആ സെക്ഷന്റെ പേര്. ഇപ്പം വാട്ടർ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ വാട്ടർ എന്ന് കൊടുക്കുക, എയർ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നെയിം ഈസ് ഈക്വൽ ടു എയർ. എന്നിട്ട് ആ ടാഗ് ക്ലോസ് ചെയ്യുക, ആംഗിൾ ബ്രാക്കറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എയർ പൊല്യൂഷൻ സ്ലാഷ് എ, വാട്ടർ പൊല്യൂഷൻ സ്ലാഷ് എ. അപ്പോൾ എയ്ക്കും സ്ലാഷ് എയിനും ഇടയ്ക്ക് നമ്മൾ അതൊരു സെക്ഷൻ നെയിം നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇനി ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഒരു എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നമ്മൾ എ ടാഗ് കൊടുക്കണം. അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ HREF, ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്, അത് ഹൈപ്പർ റെഫറൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ HREF എന്ന് പറഞ്ഞാൽ ഹൈപ്പർ റെഫറൻസ് ഈസ് ഈക്വൽ ടു ഹാഷ്, ഒരു സിമ്പിൾ ഹാഷ് സിമ്പിൾ ഇടുക. എന്നിട്ട് എന്ത് കൊടുക്കുക, ആ സെക്ഷന്റെ പേര് കൊടുക്കുക. ഏത് സെക്ഷനിലേക്കാണോ ലിങ്ക് ചെയ്യേണ്ടത് ആ സെക്ഷന്റെ പേര് കൊടുക്കുക. അപ്പോൾ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ എന്നാണ് അതിന്റെ പേരെങ്കിൽ ഹാഷ് എയർ എന്ന് കൊടുക്കുക. അപ്പോൾ ഹാഷ് സിമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്റേണൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സെക്ഷന്റെ പേരിനോടും ചേർത്ത് പേരിന് മുമ്പായിട്ട് ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിക്കുക. സെക്ഷൻ പേര് കൊടുക്കുമ്പോൾ വേണ്ട, പക്ഷേ സെക്ഷനിലേക്ക് ലിങ്ക് ചെയ്യുമ്പോൾ എ ടാഗിന്റെ HREF ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഹാഷ് സിമ്പിൾ വേണം ആ സെക്ഷൻ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയാണ് നമ്മൾ ഇന്റേണൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റേണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പ്രോഗ്രാം നമുക്ക് കാണാം. ആ പ്രോഗ്രാം കണ്ടിട്ട് നമുക്ക് അടുത്ത ലിങ്കിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റിൽ ഇവിടെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഡിഫൈൻ ചെയ്തേക്കാണ്. എ ടാഗിൽ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ വേർഡായിട്ട് ആ സെക്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന വാക്കും കൊടുത്തു. ഇനി നമുക്ക് രണ്ട് സെക്ഷനോട് നമ്മൾ താഴേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്ഷൻ ഇതാണ്, എ നെയിം ഇസ് ഈക്വൽ ടു എയർ, എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ എ നെയിം ഇസ് ഈക്വൽ ടു വാട്ടർ, അവിടെ ഒരു സെക്ഷൻ രണ്ടാമതായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 സെക്ഷനുകളാണ് ഈ ഒരു പേജിലുള്ളത്. ഇനി ഈ എയർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഭാഗം ഇതാണ്, href is equal to hash air. ഇത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഈ വാക്ക്, ഇവിടെ വന്നേക്കുന്ന വാക്ക് ഒരു ലിങ്ക് വേർഡാണ്. ഇതൊരു ലിങ്ക് വേർഡാണ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ പൊല്യൂഷൻ അതിനുമായിട്ട് ബന്ധപ്പെട്ട പാരഗ്രാഫിലേക്ക് ലിങ്ക് ആവും. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് വേർഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് എ ടാഗ് HREF is equal to hash water. ഈ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷന്റെ പേരാണ്. അതിന് മുന്നിൽ നമ്മൾ ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ചേർത്തിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നെയിം ഈസ് ഈക്വൽ ടു വാട്ടർ, ഇവിടെ നമ്മളൊരു വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ സെക്ഷനിലേക്ക് ലിങ്ക് ചെയ്യും. ഇതിന് അവസാനമായിട്ട് നമ്മൾ ഒരു ലിങ്ക് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, HREF is equal to introduction, go to introduction എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക്, അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കാണിത്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. HTML ഫയലായിട്ട് വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ പ്രോഗ്രാം ബ്രൗസറിൽ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്തു.
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ലിങ്ക് വേർഡുകൾ കിട്ടി, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. ഇപ്പോൾ എയർ പൊല്യൂഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ആ സെക്ഷനിലേക്ക് വരും. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ രണ്ടാമത്തെ സെക്ഷനിലേക്കായിരിക്കും വരിക. നിങ്ങൾ ഗോ ടു ഇൻട്രൊഡക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകും. ഇന്റേണൽ ലിങ്ക് ആവശ്യമായി വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ലെങ്തി ആയിട്ടുള്ള വെബ് പേജ് ആണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് കാണുന്നതിന് പകരം ഇങ്ങനെയുള്ള ലിങ്ക് വേർഡുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് സെക്ഷനുകളിലേക്ക് പോകും. അപ്പൊ നമുക്ക് സ്ക്രോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് നമുക്ക് കൃത്യമായ ആ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ ലിങ്ക് വേർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് സെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇന്റേണൽ ലിങ്കുകൾ സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയ ഡോക്യുമെന്റിലൊന്നും അത് അത്ര സിഗ്നിഫിക്കന്റ് ആവില്ല, കാരണം നമുക്കത് ഒരു വിൻഡോയിൽ തന്നെ കംപ്ലീറ്റ് കണ്ടന്റ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇനി ഒരു വിൻഡോയിൽ കൂടുതൽ വരുമ്പോഴാണ്, സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് ഇന്റേണൽ ലിങ്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് എക്സ്റ്റേണൽ ലിങ്കുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഓൾറെഡി, ഇറ്റ് ലോഡ്സ് അനദർ പേജ്. വെൻ യു ക്ലിക്ക് ഓൺ ദ ലിങ്ക് എ ന്യൂ പേജ് വിൽ ബി ഓപ്പൺഡ്. അപ്പം എന്താണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ? എ ലിങ്ക് ദാറ്റ് ടേക്സ് യു ടു അനദർ വെബ് പേജ്. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്കുള്ള ഒരു ലിങ്കാണ് എക്സ്റ്റേണൽ ലിങ്ക്. എക്സ്റ്റേണൽ ലിങ്ക്സ് ആർ ഈസിയർ ടു ക്രിയേറ്റ് ബിക്കോസ് യു നീഡ് ടു യൂസ് ഓൺലി ദ എ ടാഗ് വൺസ്. ഒരു തവണ എ ടാഗ് ഉപയോഗിച്ചാൽ മതി. ഇന്റേണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എ ടാഗ് 2 തവണ യൂസ് ചെയ്യണമായിരുന്നു. ഒന്ന് നെയിം ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു, ഒന്ന് HREF ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു. ഇവിടെ HREF ആ ആട്രിബ്യൂട്ട് മാത്രം മതി. ഈസ് ഈക്വൽ ടു URL ഓഫ് ദ ഡോക്യുമെന്റ് ദാറ്റ് ഷുഡ് ബി ഓപ്പൺഡ്. അപ്പോൾ എക്സ്റ്റേണൽ ലിങ്കിൽ നമ്മൾ HREFന്റെ വാല്യൂ ആയിട്ട്, HREF എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് path name of the file that should be opened. നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫയലിന്റെ പാത്ത് നെയിം അത് അബ്സല്യൂട്ട് URL ആവാം അല്ലെങ്കിൽ റിലേറ്റീവ് URL ആവാം. അബ്സല്യൂട്ട് URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ http://www. ഡൊമൈൻ നെയിമും അതെല്ലാം അടക്കമുള്ള ഒരു URL ആണ് അബ്സല്യൂട്ട് URL എന്നത്. റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ image.html അല്ലെങ്കിൽ courses.html എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ it means that file is contained inside the directory in which the link contains. Actual link എവിടെയാണോ, ആ ഫയൽ എവിടെയാണോ അതിൽ തന്നെ അതേ ഡയറക്ടറിയിൽ തന്നെ ആയിരിക്കണം ഓപ്പൺ ചെയ്യാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന URL ആയിട്ട് കൊടുത്തിരിക്കുന്ന ഫയലിന്റെ പേര്, അല്ലെങ്കിൽ ആ ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്ന അതേ ഡയറക്ടറി തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് റിലേറ്റീവ് URL എന്ന് പറയുന്നത്. അപ്പോൾ URL ആണ്. URL എന്താണ് നമുക്കറിയാം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. വി ഹാവ് ഓൾറെഡി ലേൺഡ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ അല്ലേ? അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഒരു URL, ഒരു ഫയൽ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്റ്റേണൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം കാണാം. അപ്പോൾ ഈ സിമ്പിൾ പ്രോഗ്രാമിൽ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു ഫയൽ, ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. ആ സ്കൂൾ എന്ന് പറയുന്ന ഡോക്യുമെന്റിനകത്ത് അഡ്രസ് എന്ന് പറയുന്ന ഒരു വേർഡ്, ആ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്കൂളിന്റെ അഡ്രസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 ഫയലുകൾ ഉണ്ടാവും. ഒന്ന് school.html എന്ന് പറയുന്ന ഫയൽ ഉണ്ടാവും, 2 address.html എന്ന് പറയുന്ന ഫയൽ ഉണ്ടാവും. അപ്പം school.html ഫയലിൽ നമ്മൾ ഒരു ലൈനിൽ എഴുതും HREF address.html. അതിൽ അഡ്രസ് എന്ന് പറയുന്ന ഒരു വാക്കും കൊടുത്തു, /a ഇട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പം ആ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ address.html എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ address.html നമുക്ക് ഹോം പേജിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി, അല്ലെങ്കിൽ ബാക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലും അത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് വി ക്യാൻ സീ ദ എക്സാമ്പിൾ ടു ഷോ ഹൗ ദിസ് ലിങ്ക്സ് ആർ ക്രിയേറ്റഡ്. എക്സ്റ്റേണൽ ലിങ്ക് ഈസ് ക്രിയേറ്റഡ്. എക്സ്റ്റേണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കൂൾ പേജ് ഡെവലപ്പ് ചെയ്തു. അതിന്റെ അവസാന ഭാഗമായിട്ട് നമുക്ക് അഡ്രസ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് ലിങ്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ്, HREF address.html. അപ്പൊ ഇവിടെ നമ്മളൊരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്രസ് ആണ് കൊടുത്തേക്കുന്നത്. ഈ school.html കണ്ടെയ്ൻ ചെയ്യുന്ന അതേ ഫോൾഡർ തന്നെ ആയിരിക്കും address.html എന്ന് പറയുന്ന ഫയൽ. ഈ ക്ലിക്ക് ഹിയർ ഫോർ ദി അഡ്രസ് എന്നുള്ളതാണ് അവിടെ ലിങ്ക് വേർഡ്. നമ്മൾ അഡ്രസ് ടാഗ് ക്ലോസ് ചെയ്തു, അതിനുശേഷം ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. വെബ് പേജിന്റെ സ്ട്രക്ചർ പഴയ പോലെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാത്തത്. നമ്മളത് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ നമ്മൾ school.html എന്ന് പറഞ്ഞ പേരിൽ തന്നെ സേവ് ചെയ്യുക. HTML എന്ന എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കണം.
അതിനുശേഷം നമുക്ക് address.html എന്ന് പറയുന്ന രണ്ടാമത്തെ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ പേജ് തന്നെ റീനെയിം ചെയ്ത് address.html എന്നാക്കി. അതിന്റെ കണ്ടന്റ് കുറെ ഭാഗം കളഞ്ഞിട്ട് നമുക്ക് അഡ്രസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫയലിലെ കണ്ടന്റ് എന്ന് പറയുന്നത് അഡ്രസ് ആണ്, സ്കൂളിന്റെ അഡ്രസ് ആണ്. അപ്പൊ അത് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഫയലിൽ നിന്ന് തിരിച്ച് school.html ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫയലിനകത്ത് നമ്മൾ ഈ ഒരു ലൈൻ കൊടുക്കുകയാണ്. school.html ബാക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് ലിങ്ക് വേർഡ് ആയിട്ടും കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഫയൽ സേവ് ചെയ്തു. സേവ് ചെയ്തതിനു ശേഷം നമുക്ക് സേവ് ചെയ്ത ഫോൾഡറിൽ നിന്നും നമുക്ക് school.html എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്രോമിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആ പേജ് കിട്ടി. അതിൽ ക്ലിക്ക് ഹിയർ ഫോർ ദ അഡ്രസ്, അതൊരു ലിങ്ക് ആണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്രസ് ബാറിൽ address.html എന്ന് പറയുന്ന പേജ് ഓപ്പൺ ചെയ്തായിട്ട് കാണാം. ഇനി ബാക്കിൽ ക്ലിക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ സ്കൂൾ എന്ന് പറയുന്ന പേജിലേക്കും പോകും. ഇതാണ് എക്സ്റ്റേണൽ ലിങ്ക്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇമേജ് ലിങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാക്കിന് പകരം ഒരു ഇമേജ് പറയണം, അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ a/a ടാഗുകൾക്കുള്ളിൽ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഒരു ഇമേജ് കൊടുക്കേണ്ടി വരും. എങ്ങനെ ഇമേജ് കൊടുക്കുക? img ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇമേജ് അതിനകത്ത് ഇൻസർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വെബ് ഡോക്യുമെന്റിൽ ഇമേജസ് ഇൻസർട്ട് ചെയ്യാനുള്ള ടാഗ് ഏതാണ്? img എന്ന് പറയുന്ന ടാഗാണ്. അപ്പൊ img അതിന്റെ ആട്രിബ്യൂട്ടുകളും കൊടുത്തിട്ട് നമുക്ക് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഹൈറ്റ് വിഡ്ത്ത് ഒക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ആ ഇമേജ് വളരെ ചെറുതായിട്ട് കാണിക്കാൻ വേണ്ടി നമുക്ക് ഹൈറ്റ് വിഡ്ത്ത് അങ്ങനെയുള്ള ആട്രിബ്യൂട്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഇമേജ് നമുക്ക് ഇൻസർട്ട് ചെയ്യാം. അത് a/a ടാഗിനുള്ളിലായതുകൊണ്ട് അതൊരു ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണോ ഓപ്പൺ ചെയ്യേണ്ടത്, ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത്, ആ ഫയലിന്റെ പാത്ത് നെയിം ആയിരിക്കണം a ടാഗിന്റെ href എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ ഓപ്പൺ ആവും. ഇപ്പൊ അതിന്റെ ആ ഇമേജ് ഫയൽ തന്നെ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഇമേജിന്റെ പാത്ത് നെയിം തന്നെ അവിടെ href ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഇമേജുകൾ ഹൈപ്പർ ലിങ്കുകളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഈ a ടാഗിന്റെ രണ്ട് ആട്രിബ്യൂട്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് നെയിം ആട്രിബ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് href എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞു. വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഈ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ലിങ്കുകൾ ഏത് വിൻഡോയിൽ ഓപ്പൺ ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആട്രിബ്യൂട്ട് ആണത്, ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നമുക്ക് അത് കൂടുതലായിട്ട് ആവശ്യം വരുന്നത് when there are multiple windows, വിൻഡോയെ തന്നെ പല ഫ്രെയിമുകളൊക്കെ ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ഫ്രെയിമിനും ഓരോ പേരൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻസ് വരുള്ളൂ. ആ വിൻഡോസിന് പേര് വരും, നെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെയിം നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഓരോ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രെയിമിൽ ഓപ്പൺ ആവും. അല്ലെങ്കിൽ എവിടെയാണോ ലിങ്ക് ഉള്ളത് അതേ വിൻഡോയിൽ തന്നെ ആയിരിക്കും ഓപ്പൺ ആകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരു ആട്രിബ്യൂട്ട് ഉള്ളത് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ഇനി നമുക്ക് ഇമെയിൽ ലിങ്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു പർട്ടിക്കുലർ വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെയിൽ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയും അതിൽ അഡ്രസ് ഒക്കെ വരുന്ന രീതിയിൽ ഒരു ലിങ്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇമെയിൽ ലിങ്ക് എന്നാണ് അതിന് പറയാം. അപ്പൊ ഇമെയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാഗിന് href എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂവിൽ മെയിൽ ടു എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. അപ്പൊ ഡബിൾ കൊട്ടേഷനിൽ മെയിൽ ടു എന്നിട്ടതിന് ശേഷം ഒരു ഫുൾ കോൾ ഇട്ടിട്ട് നമ്മൾ ടു അഡ്രസ്, ആർക്കാണോ ഈ മെയിൽ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ അഡ്രസ് നമുക്കറിയാം, യൂസർ നെയിം @domain അല്ലെ, director@scrt.org അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ മെയിൽ അഡ്രസ് കൊടുക്കുക. അപ്പൊ മെയിൽ ടു ഫുൾ കോളൻ ആ ഒരു മെയിൽ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയും ആ മെയിൽ പ്രോഗ്രാമിൽ, അതായത് ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് മെയിൽ പ്രോഗ്രാം എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ ടു അഡ്രസ് ബോക്സിൽ ഓൾറെഡി ഈ അഡ്രസ് ഫില്ല് ചെയ്ത് എന്നിട്ട് നമുക്ക് മെയിൽ ടൈപ്പ് ചെയ്യും, അങ്ങനെ മെയിൽ സെൻഡ് ചെയ്യാനും സാധിക്കും. വളരെ ഈസി ആയിട്ട് ഈ കോൺടാക്ട് അസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇമെയിൽ ആസ് എന്നൊക്കെ പറയുന്ന ലിങ്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ മെയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അങ്ങനെ മെയിൽ ലിങ്കുകൾ, ഇമെയിൽ ലിങ്കുകളും നമുക്ക് ഈ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്റേണൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മെയിൽ ലിങ്കുകൾ, ഇമെയിൽ ലിങ്കുകളും വേണമെങ്കിൽ ഈ ടാഗ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമേജ് ലിങ്ക് ആക്കുന്നത് അത് ടെക്സ്റ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആങ്കർ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് HTML നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ, ഹൈപ്പർ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത്. ഏതാണ് ആങ്കർ ടാഗ്? എ. അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സുകൾ ഏതൊക്കെയാണ്? നെയിം ടാഗ്, href എന്ന് പറയുന്ന ടാഗ്. href ടാഗ് ഉപയോഗിച്ചാണ് നമ്മൾ ലിങ്ക് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റേണൽ ലിങ്ക് ആണെങ്കിൽ അവിടെ സെക്ഷന്റെ പേര് കൊടുക്കണം വിത്ത് ഹാഷ് സിമ്പിൾ. എക്സ്റ്റേണൽ ലിങ്ക് ആണെങ്കിൽ ഒരു URL സ്പെസിഫൈ ആണ്. ഇമെയിൽ ലിങ്ക് ആണെങ്കിൽ മെയിൽ ടു എന്ന് പറയുന്ന പ്രോട്ടോകോൾ പ്ലസ് അതിൻ്റെ കൂടുതൽ ഒരു ഫുൾ കോർഡിനേറ്റ് ഇട്ട് നമ്മുടെ മെയിൽ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക.